നമസ്കാരം. നിയന്ത്രണരേഖയിലേക്ക് സ്വാഗതം. നിയന്ത്രണരേഖ ഇന്ന് അരുവിക്കരയിലാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ജനവിധിക്ക് ഒരുങ്ങി നിൽക്കുകയാണ് അരുവിക്കര. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഇരുമുന്നണികളുടെയും ശക്തരായ സ്ഥാനാർത്ഥികൾ, അവർക്കൊപ്പം തന്നെ കരുത്തനായ സ്ഥാനാർത്ഥിയായി BJPയുടെ O രാജഗോപാൽ കൂടി എത്തുമ്പോൾ പ്രവചനാതീതമായ മത്സരത്തിലേക്കാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പോകുന്നത്. സർക്കാരിനെതിരായ ജനദ്രോഹ നയങ്ങൾ, സർക്കാരിനെതിരായ ആരോപണങ്ങളും ജനദ്രോഹ നയങ്ങളും ശക്തമായി ഈ വിധിയെഴുത്തിൽ പ്രതിഫലിക്കും എന്ന് ഇടതുമുന്നണിയും പ്രതിപക്ഷവും അവകാശപ്പെടുമ്പോൾ സർക്കാരിന് നേരെ ഉയർന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാകും അരുവിക്കരക്കാർ നൽകുക എന്നാണ് സർക്കാരിന്റെയും UDFന്റെയും അവകാശവാദം. ഇന്ന് നിയന്ത്രണരേഖ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്. അരുവിക്കരക്കാരുടെ മുന്നിൽ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: അരുവിക്കര തെരഞ്ഞെടുപ്പ് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഇടതുമുന്നണിയിൽ നിന്ന് CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ N പീതാംബരക്കുറുപ്പ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒപ്പം അരുവിക്കരയിലെ പ്രേക്ഷകരും വോട്ടർമാരുമായ ജനങ്ങളുമാണ്. ആദ്യം ശ്രീ പീതാംബരക്കുറുപ്പ്, ഇത് സർക്കാരിനെതിരായ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായിരിക്കും എന്നാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാ ഭരണകക്ഷി നേതാക്കളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് വൈകാരികമായ ഒരു ചോദ്യത്തിനല്ല നിങ്ങൾ ഉത്തരം തേടുന്നത് എന്നാണോ അർത്ഥമാക്കുന്നത്? രാഷ്ട്രീയമായ ഒരു പോരാട്ടം തന്നെയാണ് ഇത് എന്നാണോ? ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ ഗവൺമെന്റും നേരിടേണ്ടത്. അക്കാര്യത്തിൽ ഒളിച്ചുകളിയും മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ പറയുന്നതുമല്ല ഔചിത്യം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും UDF നേതാക്കളും ഇത് രാഷ്ട്രീയ പോരാട്ടമായി തന്നെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ആ നിലയിൽ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഇടതുമുന്നണി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംഘടിത നീക്കങ്ങളുടെയും പ്രചരണങ്ങളുടെയും നേരെ അതിശക്തമായി കൊമ്പ് കോർക്കാൻ കേരളത്തിലെ UDF തയ്യാറാണ്. ഇവിടെ ഞങ്ങൾ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി അതിന് സജ്ജനും സന്നദ്ധനും ശക്തനുമാണ്, സംശയമില്ല കാര്യത്തിൽ. ഇവിടെ ഭരണമുന്നണി കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെക്കുറിച്ചല്ല സംശയങ്ങൾ ഉയരുന്നത്. ഇത് രാഷ്ട്രീയമായ ഒരു മറുപടി ആയിരിക്കും, രാഷ്ട്രീയമായ സർക്കാരിനുള്ള എല്ലാ ചോദ്യങ്ങളുടെയും മറുപടി ആയിരിക്കും എന്ന് അവകാശപ്പെടുമ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തന പരിചയമുള്ള ഒരാളെ എന്തുകൊണ്ട് നിർത്താൻ ഭരണമുന്നണി ധൈര്യം കാണിച്ചില്ല? മഹാത്മാഗാന്ധി പ്രത്യേകം പരിചയം നേടിക്കൊണ്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നത്. ഈ ഒഴുക്കിലൂടെയാണ് ഈ ജലപ്രവാഹം നദിയായി രൂപാന്തരപ്പെടുന്നത്, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട്. അതുകൊണ്ട് ഇവിടെ മുൻകാല പരിചയത്തിന് ഒരു പ്രസക്തിയുമില്ല. മുൻകാല ഈ രാഷ്ട്രീയ രംഗത്ത് വന്ന ആരും അതിതീവ്രമായ പരിചയം സമ്പാദിച്ചിട്ട് ഇതിനുവേണ്ടി ഒരു അക്കാഡമിയും ക്വാളിഫിക്കേഷനും എങ്ങുമില്ല. അത് സമ്പാദിച്ചിട്ട് വരുന്നവരല്ല. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ യോഗ്യതയെക്കുറിച്ചല്ല ചോദ്യം, ഭരണമുന്നണിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന് ചോദിക്കുന്നത്. അതായത് വ്യക്തിയല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ആ പ്രസ്ഥാനമാണ്. ആ നിലയ്ക്ക് എല്ലാ ബഹുമാനത്തോടും കൂടി UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം UDFന്റെ ലിമിറ്റിൽ LDFന്റെ കൺട്രോളിൽ തന്നെ ഏറ്റെടുക്കും. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സർക്കാർ ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടിയാണ് പറയുന്നത് സർക്കാരിന്റെ വിലയിരുത്തലായി തന്നെ കണ്ടോളൂ എന്ന്. ഈ സർക്കാർ ഈ 4 വർഷം ഇങ്ങനെ ഭരിച്ചു എന്ന് പറയുന്ന ഇടതുപക്ഷം ഈ 4 വർഷം പ്രതിപക്ഷം എങ്ങനെയാണ് ഭരണത്തിൽ ഇടപെട്ടത്, പ്രവർത്തിച്ചത് എന്നുകൂടി ചോദിച്ചുകൊണ്ട് അതിനുള്ള വിലയിരുത്തലായി കൂടിയാണോ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? അല്ല, മുഖ്യമന്ത്രി പറയുകയുണ്ടായി 4 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ബാലൻസ് ഷീറ്റാണ്, വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പെന്ന്. ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കും. പ്രതിപക്ഷത്തിൻ്റെ ഒരു ചുമതലയുണ്ട്. ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ജനദ്രോഹ നയങ്ങളെ എതിർക്കുക, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ആ നിലപാടാണ് ഞങ്ങൾ 4 വർഷക്കാലമായി സ്വീകരിച്ചത്. ഇവിടെ ഈ 4 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ നടത്തിയാൽ ഈ മണ്ഡലം തന്നെ എടുക്കാം, അരുവിക്കര മണ്ഡലം. ഏതാണ്ട് 60-70% ആളുകൾ റബ്ബറിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ പീതാംബരക്കുറുപ്പും കോൺഗ്രസിൻ്റെ ആൾക്കാരുമൊക്കെ പ്രചാരവേല നടത്തിയത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ ശ്രീ കാർത്തികേയൻ്റെ സ്മരണ വിതുമ്പി നിൽക്കുന്ന മണ്ഡലമാണ് ആര്യനാട് മണ്ഡലമെന്നാണ്. ആ സ്മരണ നിലനിൽക്കുന്നതുകൊണ്ട് ഈ റബ്ബർ കൃഷിക്കാരൻ രക്ഷപ്പെടും. ആ സ്മരണയുടെ പേരിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ 260 രൂപ 1 കിലോ റബ്ബറിന് വില കിട്ടിയിരുന്ന ഇപ്പം 100 രൂപയിൽ താഴെയായി. അത് ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 സെൻറ്റ് 20 സെൻറ്റ് 30 സെൻറ്റ് കാരണം വലിയ റബ്ബർ കൃഷിക്കാരല്ല, ചെറിയ ഇടത്തരക്കാരാണ്. അതുകൊണ്ട് മാത്രം കുടുംബം പറ്റിയവരാണ്. ഒരുപക്ഷേ ഉടമകളെക്കാൾ തൊഴിലാളികളെക്കാൾ കൂടുതൽ ഉടമകളുണ്ടാവും. ഈ ഉടമകൾ തന്നെയാണ് റബ്ബർ ടാപ്പ് ചെയ്യുന്നതൊക്കെ തന്നെ. അവിടെ ജീവിതമാകെ തകർന്ന് തരിപ്പണമായില്ലേ? എന്ത് റെമഡിയാ ഉള്ളത് UDF ഗവൺമെന്റിന്? റബ്ബർ കർഷകർക്ക് വേണ്ടി ഇടതുമുന്നണി എങ്ങനെ ഇടപെട്ടിരുന്നു? ഞങ്ങൾ ഈ കാര്യത്തിൽ റബ്ബർ ഈ ആൽസിൻ കരാറുണ്ടായ കാലം മുതൽ ഈ റബ്ബറിൻ്റെ ഇറക്കുമതി ദോഷം ചെയ്യും. അത് തടയാൻ വേണ്ടിയിട്ട് നേരത്തെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഏതെങ്കിലും ഇറക്കുമതി ചെയ്താൽ നെഗറ്റീവ് ലിസ്റ്റിൽ പെടുത്തുമായിരുന്നു, കൂടുതൽ ചുങ്കം ചുമത്തുമായിരുന്നു.
ഇത് ഗവൺമെൻറ് ചുങ്കം 25%, 30% കുറച്ച് കൊടുത്തില്ലേ. 80% വരെയാണ് നെഗറ്റീവ് ലിസ്റ്റിൽ ചുങ്കം ചുമത്തിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ റബ്ബറുമായിട്ട് മത്സരിക്കാൻ സാധിക്കില്ല. ഇന്ത്യക്ക് ആവശ്യമായ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക 90% ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. കേരളത്തിൻ്റെ നട്ടൽ ഒടിച്ചു. എനിക്കറിയാമല്ലോ, സർക്കാർ പറയുന്നു സർക്കാരിന്റെ വിലയിരുത്തലായി തന്നെ നിങ്ങൾ വോട്ട് കുത്തിക്കോളൂ എന്ന് സർക്കാർ സർക്കാർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സർക്കാർ കാണുന്നില്ലേ? അതുപോലെ തന്നെ വിലക്കയറ്റം അതിരൂക്ഷമാകുകയാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ പത്മകുമാറടക്കം മറുപടി പറയേണ്ട ഒരു വിഷയമുണ്ട്. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാര വേളയിൽ പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നത് 40 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ പെട്രോൾ വിൽക്കും, 3 മാസത്തിനത് നടപ്പാക്കും. $115 വിദേശ എണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നപ്പോൾ, ഒരു ബാരൽ ക്രൂഡാലിന് വിലയുണ്ടായിരുന്നപ്പോൾ 55 രൂപയായിരുന്നു ഇവിടെ പെട്രോളിൻ്റെ വില. ഇവിടെ ഇപ്പോൾ $68 വിദേശ എണ്ണയുടെ വില. അപ്പോൾ 75 രൂപ കൊടുക്കണം. എന്തേ കുറയ്ക്കാത്തത്? അതിൻ്റെ ഫലമായി എല്ലാ സാധനങ്ങളുടെയും വില ഉയർന്നു വെക്കേണ്ടിയിരിക്കുകയാണ്. ശ്രീ പത്മകുമാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇതുവരെയും BJP ഭരണത്തിലിരുന്നുകൊണ്ടുള്ള ഒരു നയത്തിനും ഉത്തരം പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്തായാലും നേരിട്ടിട്ടില്ല. പക്ഷേ ഈ തവണ BJP ഭരണത്തിലേറിയ ശേഷം നടക്കുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ പ്രത്യേകത, BJPയുടെ കൂടി നയം എന്താണെന്ന് വിലയിരുത്താൻ ഈ വോട്ടർമാർക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കേരളത്തിൽ BJP എന്തിന് നിയമസഭയിലേക്ക് അയക്കണം എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നിങ്ങൾ പറയുക? അല്ലേ, BJP കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നതിന് ശേഷം 1 വർഷക്കാലം നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ നെഞ്ചു ഉയർത്തി തലയുയർത്തി നിന്ന് ആളുകളോട് പറയാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ 12 മാസക്കാലമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇതവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചത്, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മനസ്സിലാക്കിയത്, കേരളത്തിലെ പൊതു രാഷ്ട്രീയം ചർച്ച ചെയ്യും. കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഭരണമില്ലായ്മ, ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അഴിമതി, നിയമവാഴ്ചയെ തകർത്തത്, ഇതൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത് എന്ന് അത് ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ആര്യനാട് നിയോജക മണ്ഡലമായിരുന്നത് അരുവിക്കരയായതിനു ശേഷം ഈ മണ്ഡലത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഇനി ആവശ്യമുണ്ട്, ഏതൊക്കെയാണ് സ്തംഭിച്ച് കിടക്കുന്നത്, എന്താണ് ജനങ്ങളുടെ ആവശ്യം, ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഞങ്ങളിപ്പോഴും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഭരണ നേട്ടത്തെ അല്ല ഉയർത്തി കാണിക്കാൻ UDF ശ്രമിച്ചിട്ടുള്ളത് ഭരണ നേട്ടത്തെക്കാൾ ഉപരി സഹതാപത്തെ വോട്ടാക്കി മാറ്റി ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കാർത്തികേയന്റെ വീട്ടിലെയും കുടുംബത്തെയൊക്കെ ഒരു അഭയകേന്ദ്രമായി കണ്ടുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള വോട്ട് നേടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. അദ്ദേഹം പീതാംബരക്കുറുപ്പ് ചേട്ടൻ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനെ പോലെ പരിണിത പ്രജരായ നിരവധി നേതാക്കന്മാർ ഈ ജില്ലയിൽ ഉണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ ഈ ഒരു 1/4 നൂറ്റാണ്ട് കാലം ജനപ്രതിയായിരുന്ന ഒരാളിൻ്റെ മകൻ ആ ഒരു സൗഹൃദ സന്ദർശനത്തിന് പോലും ഇവിടെ എത്തി നോക്കാത്ത ആളുടെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇത് സഹതാപം വേണം എന്ന് BJP ലോക്സഭയിലേക്ക് എത്തിച്ചിട്ടില്ലേ? പൂനം മഹാജൻ അടക്കം അവർക്ക് എന്ത് രാഷ്ട്രീയ പരിചയമാണ് ഉണ്ടായിരുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് അവര് സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. ഇത് ഒരു കോർപ്പറേറ്റ് സംഘടനയുടെ തലപ്പത്ത് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, BJP വോട്ട് ചോദിക്കുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത് BJP എന്ന സംഘടന കേരളത്തിൽ നിയമസഭയിൽ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മാത്രമുള്ള വളർച്ച നേടിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾക്ക് കേരളത്തെ പക്ഷേ എന്നിട്ടും പുതിയൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ BJP സ്ഥാനാർത്ഥി എന്നുള്ളല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഷാനി. ഇപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിലയിരുത്തി നോക്കണം. ഒരാള് പൊക്കിൾക്കൊടി ബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മണ്ഡലത്തിലുള്ള ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ LDF സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ജനപ്രതിയായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, സ്പീക്കറായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ഇതെല്ലാമായിട്ടും ഈ നാടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംഭാവന, അദ്ദേഹത്തിന്റെ സ്വന്തം പൊക്കിൾക്കൊടി ബന്ധം പറയുന്നത് എന്താ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ഇത്. അതേസമയം ഇവിടുത്തെ അല്ലാതിരുന്നിട്ട് പോലും ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ വന്ന് താമസം തുടങ്ങിയ ഒരാളെന്നും കുറഞ്ഞ 10-20 വർഷക്കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളായിട്ട് ഇവിടുന്ന് ജനപ്രതിനിധി ആകാതിരുന്നിട്ട് പോലും, നമ്മുടെ മധ്യപ്രദേശിൽ നിന്ന് ജനപ്രതിനിധി ആയിട്ട് പോലും ഈ സംസ്ഥാനത്തിന് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടി രാജഗോപാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആന്റണി പറഞ്ഞത് രാജഗോപാൽ ഈ കേരളത്തിന്റെ അംബാസഡർ ആണ് ഡൽഹിയിലെന്ന്. കഴിഞ്ഞ UPA സമയത്ത് 7 പേരുണ്ടായിരുന്നല്ലോ. ഇത് രണ്ടും നമ്മളെ ജനങ്ങൾ എന്തായാലും ശക്തമായ ത്രികോണ മത്സരമാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. തമ്മിൽ ഭേദം ആര് എന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് അരുവിക്കരക്കാർക്ക് വരുന്നത്? അല്ല, ഉമ്മൻചാണ്ടി പറയുന്നു ഇവിടെ തൻ്റെ ഭരണത്തെ വിലയിരുത്തുന്നു. പക്ഷെ അതാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അദ്ദേഹം ഉന്നം വെച്ചിരിക്കുന്ന തുറുപ്പ് ചീട്ട് സഹതാപ വോട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് കാർത്തികേയൻ്റെ സഞ്ചയനം നടക്കുന്ന ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെയാണ് ഈ 3 പേർ, ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയും
ഭാര്യയോട്, അതായത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞത്. ഞാൻ അതിന് പിന്നീട് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിൽ ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. കാരണം കാർത്തികേയനോടും കുടുംബത്തോടും ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായി. പക്ഷേ DCC പ്രസിഡൻ്റായിരുന്ന K. മോഹൻകുമാർ പറഞ്ഞു, ഇത് വംശീയതയൊന്നുമല്ല, അങ്ങനെ മക്കൾക്ക് കൊടുക്കാനുള്ളത് വാരി കൊടുക്കാനുള്ളതല്ല, കോൺഗ്രസിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാരുണ്ട്, അവർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് DCC പ്രസിഡൻ്റാണ്. ആ DCC പ്രസിഡന്റ് മോഹൻകുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ രാഖി രാമായണം മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാക്കി മാറ്റി, രാഷ്ട്രീയ ഗോതയിൽ നിന്ന് തന്നെ മാറ്റി. അപ്പം അതുകൊണ്ട് ഉമ്മൻചാണ്ടിയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത് ഇവിടെ, അതായത് ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥി, ഞാൻ ശബരിനാഥ് ജനിക്കുന്ന മുഹൂർത്തം മുതൽ, അതായത് പ്രസവ മുറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഞാനും കാർത്തിക ഒരുമിച്ചുണ്ടായിരുന്നതാണ്, മുതൽ കാണുന്നതാണ്. അതുകൊണ്ട് ഞാൻ ശബരിനാഥൻ എന്ന് പറയുന്ന കൊച്ചുമോനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. പക്ഷേ ഇവിടെ കാർത്തികേയൻ ഒരിക്കലും തൻ്റെ മക്കളെ രാഷ്ട്രീയത്തിൽ വരാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അത് ആഗ്രഹിച്ചിരുന്നില്ല. അവർ നന്നായി പഠിക്കണം. കാരണം ലയോള കോളേജിൽ കൊച്ചുമോനെ കൊണ്ടുപോകുന്നു ഞാനും കാർത്തികനും കൂടിയാണ്, ലയോള സ്കൂളിൽ. അത് കഴിഞ്ഞ് അദ്ദേഹവുമായി ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ അവർ നല്ല രീതിയിൽ പഠിച്ചു വരണമെന്നല്ലാതെ അവർ രാഷ്ട്രീയത്തിൽ അവർ പലപ്പോഴും പറയും നമ്മുടെ മക്കൾ നമ്മൾ ഒത്തിരി അടികൊള്ളുകയും ത്യാഗം ചെയ്യുകയും ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല. രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ മൂല്യത്തോടുകൂടി രാഷ്ട്രീയം ഒരു ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് എന്ന് ഒരു ആദർശാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് കാർത്തികേയൻ. പക്ഷേ തൻ്റെ മക്കളെ അങ്ങനെ കൊണ്ടുവരണം, അതായത് രാഷ്ട്രീയത്തിന് താൻ അനുഭവിച്ച പോലുള്ള ഒരു യാതനയിലേക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം എക്കാലവും അത്തരം പ്രവണതകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏകകക്ഷി ഭരണം മുതൽ ഇങ്ങോട്ട് കാർത്തികേയൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ സ്മരണയിലുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യം പറഞ്ഞാൽ കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത ആൾ. 78-ൽ സ്പീച്ച് നടക്കുമ്പോൾ വിദ്യാർത്ഥി യുവജന രംഗത്ത് ഞാനും കാർത്തികേയൻ KSU ജനറൽ സെക്രട്ടറിമാരായിരുന്നു ഒരേ സമയം. അന്ന് തിരുവനന്തപുരമാണ് പ്രസിഡന്റ്. KSU കമ്മിറ്റിയിൽ അന്ന് കാർത്തികേയൻ മാത്രമാണ് കരുണാകരനോടൊപ്പം. പിന്നീട് കരുണാകരൻ്റെ നിഴലായി യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നെടുന്തൂണായി വന്ന ഇതേ കാർത്തികേയൻ തന്നെയാണ് തനിക്ക് മുകളിൽ മുരളീധരനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വളർത്തുപുത്രന്മാരെന്ന് കരുതപ്പെടുന്ന കാർത്തികേയനും ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയാണ് മുരളീധരൻ ആധിപത്യമായി പൊരുതിയത്. അങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിനെതിരായി ഇപ്പോൾ കോൺഗ്രസിൽ ആർക്കും അതിൽ എതിർ ശബ്ദമില്ല. മാത്രമല്ല അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ വംശീയതയ്ക്ക് എതിരായി നിന്ന അദ്ദേഹത്തെ വിറ്റ് കാശാക്കരുത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, താങ്കൾ ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ആ സ്ഥിതിക്ക്, അതായത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരെയും നേതാക്കളെയും മറികടന്നാണ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണല്ലോ താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലെങ്കിലും മുന്നണിയുമായോ പാർട്ടിയുമായോ ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് സ്ഥാനാർത്ഥികളെ 5ഇടത്തെങ്കിലും ഇറക്കിയപ്പോൾ ആരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര പരീക്ഷണം, അതായത് അവർക്ക് ശക്തിയില്ലാത്ത കേന്ദ്രങ്ങളിൽ പലപ്പോഴും പുറമേ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ, പാർട്ടിക്ക് അറിയാം പാർട്ടിക്ക് ജയിക്കാൻ പറ്റില്ല, പാർട്ടിക്ക് പുറത്തുള്ള ബഹുജന സ്വാധീനമുള്ള ആളുകളെ കൊണ്ടുവരുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ പറയുന്ന കാർത്തികേയന്റെ പൈതൃകമുള്ള സീറ്റിൽ പീതാംബരക്കുറിപ്പ് നിർത്താമായിരുന്നു, കരകളം കൃഷ്ണപിള്ളി നിർത്താമായിരുന്നു, വിതുര ശശി നിർത്താമായിരുന്നു, എണ്ണി പറയാം. അവരുടെ എല്ലാം തലയ്ക്ക് മുകളിൽ ഒരാളെ പ്രതിഷ്ഠിക്കേണ്ട. ഇനി കാർത്തികേയന്റെ മകൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ പറയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം സീറ്റ് കൊടുക്കുന്നതിൽ വിരോധമില്ല. ഇപ്പം മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നു, ആർക്കും വരാം. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമോ പൈതൃകമില്ലാത്ത ഒരു പാവം പയ്യനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അദ്ദേഹത്തിന് രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ടി ഉമ്മൻചാണ്ടി ഇറക്കി. ഉമ്മൻചാണ്ടിക്ക് ഒരു ലക്ഷ്യം കൂടെ ഒരു വരി ഞാൻ പറഞ്ഞു, ഒറ്റ വരി പറഞ്ഞേക്കാം. കാർത്തികേയന്റെ മകൻ ഇവിടെ ഇറക്കിയാൽ മാത്രമേ ഉള്ളൂ നാളെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ഇറക്കാൻ കഴിയൂ. അതാണ് ഉമ്മൻചാണ്ടി ലക്ഷ്യം. ശ്രീ പീതാംബരക്കുറിപ്പ്, KSUവിന് പോലും എതിർപ്പുണ്ടായിരുന്നു. അവരത് വ്യക്തമായി പുറത്ത് പറയുകയും ചെയ്തതാണ്. എന്തിന് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ തൽക്കാലം ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാൻ ഒരു നേതാവും തയ്യാറല്ല അരുവിക്കരയിൽ എന്നുകൂടി അതിന് അർത്ഥമുണ്ടോ? ഒരിക്കലും അർത്ഥമില്ല. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാം. കാളിദാസ കവിത നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിച്ചെടുക്കാം. ഇത് വിഷയം മാഡത്തിൻ്റെ വ്യാഖ്യാനം പോലെ അല്ല. ഇത് ചെറുപ്പക്കാരനായ വിദ്യാസമ്പന്നനായ അച്ഛൻ്റെ തണലിൽ വളർന്ന, അച്ഛനെ കണ്ടു പഠിച്ച, കേരള രാഷ്ട്രീയം കണ്ടു പഠിച്ച, ഇനി വളർന്നു വരേണ്ട, നമ്മളെല്ലാ കാലത്തും ഈ ഒരു രാസവളം പ്രയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ വളർന്നു വരുന്നു. കൃഷിക്കാരുടെ സമുദായം അവർ വളം മാറ്റി മാറ്റി പരിശോധിക്കും. ഇക്കാര്യത്തിലൊന്നും വലിയ അങ്കലാപ്പിൻ്റെ കാര്യമില്ല. ഇവിടെ ചെറുപ്പക്കാരനും വിദ്യാർത്ഥിയുടെ മണം മാറാത്തവനും മര്യാദ ഉണ്ട് എന്ന് പ്രതിയോഗികളും സമ്മതിക്കുന്നവനുമായ ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസ് കണ്ടെത്തി. അത് ഞങ്ങളൊന്ന് ഇക്കിളാക്കുകയാണ് പ്രിയപ്പെട്ട ഞങ്ങളെ സ്വന്തം സുഹൃത്ത്. അങ്ങനെ ഇക്കിളി വീഴുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ചെറുപ്പക്കാരനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് പ്രതീക്ഷിക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് UDF ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്. ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം. മാഡം എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ
ജലീലിന്റെ സുഹൃത്താണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ആളുകൾ ഈ മണ്ഡലത്തിലുണ്ട്. ഞാൻ പേരുകൾ പറയാം. അവരെ താക്കുന്നില്ല. ചെറുപ്പക്കാരന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മണ്ഡലത്തിലുണ്ടല്ലോ. ഇതുപോലെ ഇക്കിളിപ്പെടുത്താനുള്ള ചെറിയാന്റെ ഒരു മിടുക്കുണ്ടല്ലോ, അത് ഞങ്ങളൊക്കെ പണ്ടേ ഞങ്ങളൊക്കെ ഒന്നിച്ച് നടന്നവരാണ്. ഞങ്ങൾ കുറുപ്പുചേട്ടന്റെ പാടവോ പാരമ്പര്യം എനിക്കില്ല. പക്ഷേ ഒന്നാം എനിക്ക് ബഹുമാനായ ശ്രീ ആനത്തലവട്ടം ആനന്ദിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി അരുവിക്കര നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ഈ മണ്ണിൻ്റെ മണമുള്ള ഇവിടെ ജനിച്ചു വളർന്ന ആളാണെന്ന് പറയുന്നത് ശ്രീ M. വിജയകുമാർ. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അദ്ദേഹം ഇത്രയും കാലം എവിടെയായിരുന്നു? അദ്ദേഹം തിരുവനന്തപുരം നോർത്തിലേക്ക് സ്ഥലം മാറിപ്പോയതിന് ശേഷം ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുന്ന ഈ അരുവിക്കരയിലേക്കോ ആരനാട്ടിലോ അദ്ദേഹത്തിന് എന്തെങ്കിലും തിരിഞ്ഞു നോക്കാനോ ചെയ്തു തീർക്കാനോ കഴിഞ്ഞോ എന്നുള്ള ഒരു സംശയമുണ്ട്. മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളേറെ ഈ ആരനാട് മണ്ഡലം മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളുമായും അവിടെയുള്ള ജനങ്ങളുമായും ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക നേതാവാണ് M. വിജയകുമാർ. മറ്റാർക്ക് ഞങ്ങളുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മണ്ഡലത്തിലെ കാര്യം നോക്കാൻ പോലും സമയം കിട്ടില്ല. എന്നാൽ മറിച്ച് ഈ മണ്ഡലത്തിലുള്ള വോട്ടർമാരോടൊക്കെ നിങ്ങളൊരു ഹിതപരിശോധന നടത്തി നോക്കുക. വിജയകുമാറിനെ അറിയാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ട്? അദ്ദേഹം വേറെ തിരുവനന്തപുരത്താണ് MLA ആയിട്ട് നോർത്ത് മണ്ഡലത്തിലും മറ്റുമൊക്കെ മത്സരിച്ചാണ് MLA ആയതും മന്ത്രിയായതുമൊക്കെ. അദ്ദേഹം മന്ത്രിയായിരുന്ന അവസരത്തിൽ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല, ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ. അതുകൊണ്ട് അങ്ങനെ ഒരു അയോഗ്യത വിജയകുമാറിനുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും പറയാൻ കഴിയാത്തതാണ് താങ്കൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു കാര്യം പറയട്ടെ, വ്യക്തിപരമായ കാര്യങ്ങൾ സ്ഥാനാർത്ഥികളുടെ യോഗ്യത നേരത്തെ തന്നെ ഷാനി പറയുന്നുണ്ട്. അതിനേക്കാൾ അതിപ്രധാനമല്ലേ 4 വർഷക്കാലത്തെ ഭരണത്തെ വിലയിരുത്തുക എന്നുള്ളത്? എന്ത് ഭരണമാണ്? 3.25 കോടി മലയാളികളുടെ മാനം കെടുത്തിയ ഭരണമല്ലേ? എവിടെയെങ്കിലും ഉപജീവനത്തിന് വല്ല രാജ്യങ്ങളിൽ പോയ മലയാളികൾക്ക് മലയാളിയാണെന്ന് പറയാൻ സാധിക്കും? തല ഉനിച്ച് നടക്കട്ടെ. അവിടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ഈ അരുവിക്കര മണ്ഡലത്തിലെ ജനങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്. ഈ നാണക്കേട് വരുത്തി വെച്ച ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ്, ആ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മന്ത്രിമാർ മിക്കവാറും വിജിലൻസ് കേസിൽ പ്രതികളായി നടക്കുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതികളായി വരുന്ന ആരാകട്ടെ വന്നാൽ ജയിപ്പിക്കാൻ സാധിക്കും? തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വീണ്ടും അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിച്ചാൽ പിന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ, വിശേഷിച്ച് അരുവിക്കര മണ്ഡലത്തിലെ ജനങ്ങളെക്കുറിച്ച് ലോകം എന്ത് കാണും? ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ സഖാവിനോട് ഒരു ചോദ്യമുണ്ട്. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി ഐക്യ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ച നല്ല ഭരണത്തിനുള്ള വിധിയെഴുത്തായിരിക്കുമെന്ന് സധൈര്യം നെഞ്ചിൽ കൈവച്ച് പറയാൻ UDFൻ്റെ നേതാക്കൾക്ക് കഴിയുന്നു. നിങ്ങൾ മറിച്ചും പറയുന്നു. പിന്നെ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കോർണർ ചെയ്ത് ഈ സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുള്ളോ, സഹതാപ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രാഷ്ട്രീയമായ പോരാട്ടമായി നമുക്കിതിനെ കാണാം. സ്ഥാനാർത്ഥികളെ വിടാം. താങ്കൾ പറഞ്ഞാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളല്ല കാർത്തികേയൻ്റെ സ്മരണകൾ വിതുമ്പി നിൽക്കുന്ന ആര്യനാട് മണ്ഡലം എന്ന് പറഞ്ഞ് നടക്കുന്നത് കോൺഗ്രസ്സാണ്. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെടുക്കുക. ആദ്യം കാർത്തികേയൻ്റെ വിധവയായ ഭാര്യയെ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു. അവർ തന്നെ മാറിയതിനു ശേഷം അവസാനം മകനെ പിടിച്ചു. ബാക്കി ഞാൻ ആരോ ആകട്ടെ, സുലേഖ ആകട്ടെ, ശബരിനാഥനാകട്ടെ, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വരുന്ന ആളെയാണ് ഞങ്ങൾ കാണുന്നത്. ആ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ നല്ല ഭരണം, സുവർണകാല ഭരണമെന്ന് പറയാൻ എങ്ങനെ നാവ് പൊങ്ങും? നമുക്ക് ഏത് പ്രശ്നത്തിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർത്തു. ലാഭത്തിൽ ഇടതുപക്ഷം വേണ്ട ഗവൺമെൻറ് കാലത്ത് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ മുഴുവൻ നഷ്ടത്തിലായി. ലക്ഷക്കണക്കിന് അസംഘടിത പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ശ്മശാന ഭൂമിയാക്കി മാറ്റി. പക്ഷേ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സർക്കാർ അത്ര ആത്മവിശ്വാസത്തോട് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ, സാങ്കല്പിക ചോദ്യമാണ്, ജയിച്ചാൽ അതിനർത്ഥം സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നാണെന്ന് പ്രതിപക്ഷം കരുതുന്നു. സാങ്കല്പിക ചോദ്യം തന്നെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ പ്രതിനിധി ജയിക്കാൻ പോണില്ല. ജയിക്കില്ല. ജയിക്കില്ലല്ലോ. ജയിക്കാത്ത കേസിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ സാങ്കല്പികമായ ചോദ്യം ചോദിക്കുന്നത്? അതെ, ആ വോട്ടർമാർ അത്ര മണ്ടന്മാരല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാരിന് അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ആൾക്കാർ തീരുമാനിക്കൂ ഇതുപോലൊരു സർക്കാരിനെ ജയിപ്പിക്കാൻ? ശ്രീമാൻ പീതാംബരക്കുറുപ്പിന് അടുത്താണ് ഒരു ചോദ്യം. ഒന്ന്, ഈ മണ്ഡലത്തിലെ ഈ ഇടതുപക്ഷ ഈ UDFൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനമാണ് പറയുന്നത്. ശ്രീമാൻ പീതാംബരക്കുറുപ്പിൻ്റെ ശ്രദ്ധയിലുണ്ടാവും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, IGNO എന്ന് പറഞ്ഞുകൊണ്ട് വിതര കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ ആരംഭം കുറിച്ചു 3 വർഷം മുമ്പ്.
അതിൻ്റെ ഡയറക്ടറായിട്ട് ശ്രീമാൻ കാർത്തികൻ്റെ ഭാര്യ ശ്രീ സുലേഖ ടീച്ചറെ ഏൽപ്പിക്കുകയും ചെയ്തു. അവർ ഏൽപ്പിച്ചതിന് ശേഷം അതിൽ പൈസ പറ്റിപ്പോയിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ അത് ആന്ധ്രാപ്രദേശിലേക്ക് മാറിയിരിക്കുകയാണ്. 5 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി. 1 2 ഐസറും ഇതുപോലെ തന്നെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഐസറിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞ മണ്ഡലത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി എടുക്കുന്നതാണ്. നമ്മളെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഞാൻ ആൻസർ ചെയ്യട്ടെ മാഡം പ്ലീസ്. പ്ലീസ് അദ്ദേഹം പറയട്ടെ. നമ്മൾ സഹിഷ്ണുതയോടുകൂടി നമ്മളൊരു കാര്യം ബഹുമാനപ്പെട്ട പീതാംബരക്കുറിപ്പിന് ചോദിക്കുമ്പോൾ നമ്മൾ സഹിഷ്ണുതയോടുകൂടി നമ്മൾ കേൾക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. നേരത്തെ പറഞ്ഞ ആ വിഷയം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീമാൻ കാർത്തികേയൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർത്തികേയൻ അനുബന്ധമായിട്ട് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ ഇപ്പോൾ അതിൽ ശ്രീമാൻ വിതുര ശശി അതുപോലെ തന്നെ ശ്രീമാൻ മോഹൻകുമാർ ഇത് രണ്ടും ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അവര് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി യോഗ്യരെന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അവരെ എന്തുകൊണ്ട് നിർത്തുന്നതിലേക്ക് വേണ്ടി വിപുത കാണിച്ചു എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞിട്ടെ സുഹൃത്തെ, ആദരണീയനായ അച്യുതാനന്ദനെ പടി അടച്ച് പിണ്ടം വയ്ക്കാൻ നടക്കുന്ന നിങ്ങളുടെ പാർട്ടി ഈ ജാതി ചോദ്യം ചോദിക്കരുത്. ഇടതുപക്ഷ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടയെ പോത്ത് തട്ടി എറിയും പോലെ ഐക്യ ജനാധിപത്യം മുഴുവൻ തോൽപ്പിക്കും. ഞങ്ങൾ ഇവിടെ ജയിക്കും, സംശയമൊന്നും വേണ്ട. ഇത് ആത്മവിശ്വാസം, കോൺഫിഡൻസ്, അതാണ് UDF-ന്റെ കാര്യം. ഒരു ചോദ്യമുണ്ട് തിരിച്ചു, ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ ചോദ്യം ഉദിക്കുന്നില്ല. ജയിച്ചില്ലെങ്കിൽ കാരണം സർക്കാരാണല്ലോ പറഞ്ഞത് ഞങ്ങൾ ജയിക്കും, ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ്. ജയിച്ചില്ലെങ്കിൽ അത് താരതമ്യപ്പെടുത്താവുന്നതല്ല ശ്രീ പീതാംബരക്കുറുപ്പ്. അതായത് ഒരു സർക്കാർ പറയുകയാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കുള്ള വിധിയായി നിങ്ങൾ കരുതിക്കോളൂ, ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്. അപ്പോൾ ജയിച്ചില്ലെങ്കിൽ എന്നുള്ള ചോദ്യമുണ്ട്. പ്രതിപക്ഷത്തിന് രാജിവെക്കാൻ പറ്റില്ലല്ലോ. പ്രതിപക്ഷത്തിന് രാജിവെക്കാൻ പറ്റില്ല. റബ്ബറിന്റെ വില കുറച്ചത് കോൺഗ്രസ് അല്ല, ഇപ്പൊ ഡൽഹിയിൽ ഭരിക്കുന്ന പത്മകുമാറിന്റെ പെട്രോളിന്റെ വില കൂട്ടിയത്, വില കുറഞ്ഞിട്ടും കുറയ്ക്കാത്തത് ബഹുമാനപ്പെട്ട പത്മകുമാറിന്റെ പാർട്ടിയാണ്. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത് ഇത് കേൾക്കണം. ഒരു മിനിറ്റ് റബ്ബറിലേക്ക് മാത്രം പോലെ ഞാൻ ചോദിക്കാനുള്ള കാരണം ഐസറിന്റെ കാര്യം, ഇഗ്നോയുടെ കാര്യം, അത് വേണ്ടെന്ന് പറയായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഉമ്മൻചാണ്ടിക്ക് വിചാരിച്ചാൽ അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശ്രീ പീതാംബരക്കുറുപ്പ് ഞാൻ ചോദിക്കുന്നത്, കാരണം സർക്കാർ അങ്ങോട്ട് പറയുകയാണ്, മാധ്യമങ്ങൾ പോലുമല്ല പറയുന്നത് ഇത് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും. സർക്കാർ പറയുകയാണ് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ്, തെരഞ്ഞെടുപ്പാണ്, ജയവും തോൽവിയും ഉണ്ടാകാം. ജയിച്ചാൽ അതിനർത്ഥം സർക്കാരിനുള്ള അംഗീകാരമാണെങ്കിൽ തോറ്റാൽ അതിനുള്ള അർത്ഥം എന്താണ്? തെരഞ്ഞെടുപ്പ് അടുത്ത 27-ാം തീയതി, 3-ാം തീയതി, അത് കഴിഞ്ഞാൽ 29-ാം തീയതി 30-ാം തീയതി വോട്ടെണ്ണിയേക്കും. അന്ന് ഫലം ശബരിനാഥൻ ജയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ എന്നാണ് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സംശയമില്ലല്ലോ. ഞങ്ങൾ ഒറ്റയും ഇരട്ടയും കളിക്കാനല്ല ഇലക്ഷൻ നിൽക്കുന്നത്, ജയിക്കാനാണ്. ഈ ആരനാട്ട ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ശ്രീ പീതാംബരക്കുറുപ്പ് സാറിനോടാണ്, വികസനവും കരുതലും എന്നതാണ് UDF ഗവൺമെന്റിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഭരണം ഏറ്റവും പ്രധാനമായി കേരളം ചർച്ച ചെയ്യപ്പെട്ടത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തന്നെ അപമാനകരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള അഴിമതികൾ, സോളാർ തുടങ്ങി കളമശ്ശേരി കടകംപള്ളി ഭൂമി കുംഭകോണം, +2 അവസാനം ഇപ്പോൾ ബഡ്ജറ്റ് അടക്കം വിറ്റ് പ്രീ ബഡ്ജറ്റ് ചർച്ച നടത്തി ബഡ്ജറ്റ് അടക്കം വിറ്റ് തുലച്ച കേരളത്തിലെ നിരവധിയായിട്ടുള്ള മന്ത്രിമാരെല്ലാം തന്നെ കേസിലും അഴിമതികളിലും പെട്ട ഈ പൊതുരാഷ്ട്രീയം എത്ര തന്നെ വാക്ചാതുര്യത്തോടു കൂടി ഇത്തരത്തിലുള്ള TV പ്രോഗ്രാമുകൾ ചർച്ച നടത്തിയാൽ ഇത് സ്വാഭാവികമായും കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് അരുവിക്കര നിയോജക മണ്ഡലവും. ഈ നിയോജക മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യും. ഇവിടെ അതിനടിസ്ഥാനത്തിലായിരിക്കും. പ്രത്യേകിച്ച് ഞാനെല്ലാം ചെറുപ്പക്കാരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. സ്വാഭാവികമായും നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് പുതുതായി സർക്കാർ സർവീസിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരേണ്ടതില്ല എന്ന് ഗവൺമെന്റ് അഴിമതിക്ക് ഈ രാജ്യത്ത് ഉദ്ഘാടനം കുറിച്ചത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? 1957-ലാണ് ഈ ഏഷ്യയിൽ ആദ്യമായി ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായത്. അന്ന് ഈ പാർട്ടി പിളർന്നിരുന്നില്ല. മഹാനായ നമ്പൂരിപ്പാട് മുഖ്യമന്ത്രി.
അഴിമതിയുടെ ആമുഖം എഴുതിയത് ആ ഗവൺമെൻറ്റാണ്. ഇന്നും തീരാത്ത ചർച്ചയാണ് ആന്ധ്ര അരി കുംഭകോണം, ചന്ദനത്തടി കുംഭകോണം, സ്പിരിറ്റ് കുംഭകോണം, മണ്ണെണ്ണ കുംഭകോണം, പഞ്ചസാര കുംഭകോണം. അങ്ങ് ചരിത്രം വായിക്കുമ്പോൾ ഈ സംശയം മാറിക്കിട്ടും. നിങ്ങൾ കൊണ്ടുവന്ന ആരോപണം സരിത, ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ അവരുടെ മേൽനോട്ടത്തിൽ ഒരു വ്യവസായ സംരംഭത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണോ അവർ ഇറങ്ങി തിരിച്ചു? അവർ ഒരുപാട് പേരെ കണ്ടു, അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിച്ചു. അതിൽ നിങ്ങൾ മറ്റെന്തോ കണ്ടു കാണുമായിരിക്കാം. നിങ്ങളുടെ വിഷയം പകൽ വെളിച്ചത്തിൽ പറയാവുന്ന വല്ലതും ഉണ്ടോ? പകൽ സരിത തന്നെ പറഞ്ഞു, പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാനൊരു വനിതാ ഒരു സംരംഭകയായിട്ട് വന്നതാണ്. ഓരോ മന്ത്രിയുടെ ആഫീസിലും ഓരോ സർക്കാർ ആഫീസിലും ഇങ്ങനെ ഫയലുകൾ മാറണമെങ്കിൽ എൻ്റെ ശരീരം കാഴ്ചവെക്കണമെന്ന് പറയുകയും കൂടി ചെയ്തിട്ടുണ്ട് സരിത. അത് മറക്കല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നേരത്തെ രണ്ടുപേരും ഈ റബ്ബറിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ്, ഒന്നാം NDA ഗവൺമെന്റ് വന്ന സമയത്ത്, അന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ ഇറക്കുമതിക്ക് റെസ്ട്രിക്ഷൻ വരുത്തി. നമ്മുടെ ഈ തീരുവ കൂട്ടി. ഇന്ത്യയിലെ 2 തുറമുഖങ്ങൾ വഴി മാത്രമേ ഇറക്കുമതി ചെയ്യാവൂ, ചെന്നൈയും കൽക്കട്ടയും. അത് കഴിഞ്ഞിട്ട് ഒന്നാം UPA വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് ആസിയാൻ കരാർ വന്നു 2008-ലോ 2009-ലോ ആണ്. ആസിയാൻ കരാറിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെഗറ്റീവ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന റബ്ബറിനെ അതിൽ നിന്ന് മാറ്റി. അപ്പം യഥേഷ്ടം ഇറക്കുമതി ചെയ്യാം. മാത്രമല്ല അതിന് ചെയ്ത ഒരു കാര്യം, അതുവരെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടായിരുന്നു റബ്ബർ, ഈ നമ്മുടെ അഗ്രികൾച്ചർ ഔട്ട്പുട്ടായിരുന്നു റബ്ബർ. അതിനെ മാറ്റിയിട്ട് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ആക്കി മാറ്റിക്കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി അടുത്ത തലമുറയ്ക്കുള്ള റബ്ബർ വരെ ഇറക്കുമതി ചെയ്തു. പക്ഷേ ഒരു കൊല്ലത്തിനിടയിലും 5% മാറ്റമേ വരുത്താൻ 67 വർഷത്തെ ഭരണം നോക്കണം. ഞങ്ങൾ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സർവകലാശാല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മിടുക്കനായ ആളാണ് പത്മകുമാർ. ആസിയാൻ കരാർ, വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ആസിയാൻ കരാർ? ഇന്ത്യ ലോകത്തിന്റെ വാതിലുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. വ്യവസായത്തിൽ മാത്രമല്ല, വാണിജ്യത്തിലും കൃഷിയിലുമൊക്കെ. അംഗം പോയില്ലാതെ അങ്ങനെ നട്ടഹസിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്, ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൂടി വരണ്ടേ? അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾക്കുള്ള സമയം തന്നെയാണ് കുറേ. കുറിപ്പ് പറയുകയുണ്ടായി, അഴിമതി ആദ്യം തുടങ്ങിയത് 57 ഗവൺമെൻറ് കാലത്താണ്. 57 ലോകത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെൻറ്, അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന KC ജവഹർ, ബോധപൂർവമായി ആ ഗവൺമെന്റിനെ കാലാവധി അയക്കാൻ സമ്മതിച്ചില്ലെന്ന് അറിയാമല്ലോ. കുറിപ്പിന് 28 മാസം കഴിഞ്ഞപ്പോൾ ഡിസ്മിസ് ചെയ്ത്. ഞാൻ പറഞ്ഞു, അന്ന് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ പട്ടിണി കെട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആന്ധ്രയിൽ പോയി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് KC ജവഹർ അരി വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ അരി വാങ്ങിക്കൊണ്ട് വന്ന ചാക്കിൻ്റെ വില അതിൽ പെടുത്തില്ല. അരി അങ്ങനെ മടിയിൽ വാങ്ങിച്ചിട്ട് വരും. ചാക്കിൻ്റെ വില പെടുത്തില്ല എന്ന് പറഞ്ഞ് TO ബാബ KPCC പ്രസിഡന്റ് ഇവിടെ മുഴുവൻ ആന്ധ്ര വീരൻ TO ബാബ എന്ന് പറഞ്ഞവരെ കൊണ്ടു കടന്നിട്ട് അത് അഴിമതിയാണെന്ന് വരുത്തി. ആ അഴിമതിയും ഇന്ന് നടക്കുന്ന അഴിമതിയും അത് ജനങ്ങൾക്ക് അരി കിട്ടാൻ വേണ്ടി അരി തരാതിരുന്നപ്പോൾ ആന്ധ്രയിൽ നിന്ന് പോയി വാങ്ങിക്കണമെന്ന് ജനങ്ങളെ സംരക്ഷിച്ച ഗവൺമെൻറ്റാണ് EMSന്റെ ഗവൺമെൻറ്. ഇന്നത്തെ അഴിമതിയുടെ കഥ അതാണോ? ഇന്നത്തെ അഴിമതിയുടെ കഥ എന്താണ്? ഖജനാവ് കൊള്ളയടിച്ച് ഇപ്പം തന്നെ നടക്കുന്ന അഴിമതിയുടെ സാമ്പിൾ നോക്കൂ. ചില സിനിമയിൽ കാണുന്ന പോലെ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടുപിടിച്ചിരിക്കുന്നു, KM മാണിയെ. വിജിലൻസിന് ലീഗൽ അഡ്വൈസർമാരുണ്ട്. ആ അഡ്വൈസർമാരൊന്നും കാണിക്കാതെ പോയിരിക്കുകയാണ് AGയെ കാണിക്കാൻ ഉപദേശം തേടാൻ. ഉപദേശം AG എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് കൈക്കൂലിയും കൊടുത്തു. 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്ന 2 ലക്ഷം 60 ലക്ഷം രൂപ. ബാർക്കോഴ കേസിലെ കുറ്റപത്രവുമായി അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ടുമായി അരുവിക്കരയിലെ ജനങ്ങളെ നേരിടാൻ UDF ധൈര്യമുണ്ടോ? മാഡം, ഇക്ഷ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടായി കായും ഷായും തമ്മിൽ എന്തോ മോശമായി പെരുമാറുമെന്ന് വിചാരിക്കുന്ന ആളല്ല ശ്രീ KM മാണി. ഹീസ് എ ലേണഡ് പേഴ്സൺ. അദ്ദേഹത്തിന് ഈ കേസ് ശക്തമായി നേരിടാൻ സാധിക്കും. നിയമമാണ് പ്രശ്നം. അരുവിക്കരയിലെ ചർച്ച കോടതിയുടെ വിഷയമാകുന്നത് ഔചിത്യമാണോ എന്ന് അദ്ദേഹം പറഞ്ഞു അഴിമതിയെ പറ്റി. ആന്ധ്രയിൽ അരി വാങ്ങാൻ പോയത് സർക്കാരിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ചീന ബായി ബായി പാടിക്കൊണ്ട് നടക്കുന്ന സംഗീതത്തിന്റെ കാലത്താണ് വന്നത്. ആ ഗവൺമെന്റ് അരി വാങ്ങണമെങ്കിൽ
കേന്ദ്രം അനുവദിച്ച് അരി വാങ്ങാൻ വാങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് 2014 ഒരുപാട് മക്രോണി അരിയല്ല വാങ്ങിയിട്ടുള്ള മക്രോണിയാണ്, അരിയല്ല. വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടിന് അരിയില്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാർവത്രമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കാനുള്ളത് പണ്ട് തിരുവിതാംകൂറിൽ ഒരാൾ ഭരിച്ചിട്ടുണ്ടായിരുന്നു, വേലുത്തമ്പി തളവ. അദ്ദേഹത്തിന്റെ അമ്മയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടെഴുത്തുമുള്ള കരം കുറവ് ചെയ്തപ്പോൾ കൈ വെട്ടിയ ഒരു നാടാണിത്. പക്ഷെ ഇന്ന് അങ്ങനെ കൈവെട്ടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈ മന്ത്രിസഭയിൽ ആർക്കൊക്കെ കൈ കാണുമെന്ന് നിങ്ങൾ ആലോചിച്ചു. അതേപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ബുലാൻ ദേവി, ഈ ബുലാൻ ദേവി MP ആയി മന്ത്രിയാക്കാൻ തുടങ്ങിയ സമയത്ത് ബുലാൻ ദേവി പറഞ്ഞു എന്നെ കൊണ്ട് ഒപ്പിടാൻ അറിയില്ല, അതുകൊണ്ട് രാജ്യത്തെ ഈ മുതലെല്ലാം ആള് കൊണ്ടുപോകും, അതുകൊണ്ട് ഞാൻ മന്ത്രിയാവുന്നില്ല. ഞാൻ ബുലാൻ ദേവി കാണിച്ച നീതിബോധം പോലും ഉമ്മൻചാണ്ടി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ. അരുവിക്കര മണ്ഡലത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഒരു എയിംസ് മാത്രമാണ് ഉണ്ടായിരുന്നു. ഒരു എയിംസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 15ഓളം എയിംസുകൾ അനുവദിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരെണ്ണം കേരളത്തിലേക്ക് അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ അത് നമ്മുടെ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് അത് നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് പോയെന്നല്ല, നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് തന്നെ മാറിപ്പെട്ടത്. പക്ഷേ ഒരു കാര്യം കൂടി, അത് ഇത്രയും സീനിയറായ ഒരു നേതാവ് ഇവിടെ പ്രതിനിധാനം ചെയ്തിട്ട് പോലും ഇവിടെ എത്താതിരുന്നത്, അദ്ദേഹത്തിൻ്റെ മകൻ വന്നാൽ ഇനി ഇവിടെ ചെറിയൊരു വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ബാലകൃഷ്ണപിള്ളയെ പിന്നെ ഇടമലയാർ കേസിൽ മറ്റ് കേസുകളൊക്കെ ഉൾപ്പെടുത്തി ശ്രീ വി എസ് അച്യുതാനന്ദൻ കേസ് പറഞ്ഞ് അവസാനം കോടതി ശിക്ഷിച്ച് ജയിലിനകത്താക്കി ഒരു സംഭവം ഉണ്ടായി. തിരിച്ച് ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ പിന്നെ ശ്രീ ഗണേഷ് കുമാർ MLAയും അതുപോലെ തന്നെ ശ്രീ ബാലകൃഷ്ണപിള്ളയും LDFിൽ പോയപ്പോൾ അവരുടെ കുറ്റമല്ലാതാവും എന്നുള്ള ഒരു ചോദ്യം. അല്ല, ബാലകൃഷ്ണപിള്ള ഇടമലയാർ കേസിൽ അഴിമതി കാണിച്ചു എന്ന് ബോധ്യമായപ്പോൾ അച്യുതാനന്ദൻ അവസാനം വരെ പോരാടി, സുപ്രീം കോടതി വരെ പോരാടി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുത്തു. ഇപ്പം ബാലകൃഷ്ണപിള്ള പറയുകയാണ് ഉമ്മൻചാണ്ടിയും ഈ കൂട്ടരുമൊക്കെ ബാലകൃഷ്ണപിള്ള നടത്തിയതിനേക്കാൾ എത്രയോ ഭീമമായ വെട്ടിപ്പും അഴിമതി നടത്തുന്നു എന്ന് ബാലകൃഷ്ണപിള്ള പറയും. അല്ലല്ല, അപ്പം ബാലകൃഷ്ണപിള്ള പറയുമ്പോൾ അച്യുതാനന്ദൻ എന്ത് വേണം? ഉമ്മൻചാണ്ടിയും കൂട്ടരുമെല്ലാം അഴിമതിക്കാരല്ല, കൊള്ളാവുന്നവരാണെന്ന് പറയണം. പറയാനോ സാധിക്കുമോ? ആ നിലപാട് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. പറയാണ് ഞാൻ ഇനി അങ്ങോട്ട് കള്ളന്മാർക്കെതിരെ പ്രവർത്തിക്കാൻ പോണെന്ന് പറഞ്ഞാൽ കൊച്ചുണ്ണിയും കൂട്ടേണ്ടി വരും നമുക്ക്. കൊച്ചുണ്ണിക്ക് ഒരു ഗുണമുണ്ടായിരുന്നു, പാവങ്ങൾക്ക് വേണ്ടി പണക്കാരനെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് കൊടുക്കും. ഇവിടെ പാവങ്ങളെ കൊള്ളയടിച്ച് പണക്കാർ കൊടുക്കലാ പണി. മുല്ല പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. അത് തന്നെയാണ് ശ്രീ കാർത്തികേയന്റെ മകൻ ശ്രീ അരുവിക്കരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറെ കാലമായി ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം, ഈ തലസ്ഥാന നഗരിക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന അരുവിക്കര പഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. ഇവിടുത്തെ റോഡ്, ഇവിടുത്തെ യാത്രക്കാർക്ക് ബസ് ദുരിതമാണ്, യാത്രാ സൗകര്യം ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങളിൽ ആശുപത്രി, സ്കൂള്. കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത്, പ്രചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദനാണ് എന്ന് രാവിലെ പറയുകയും ഉച്ചയ്ക്ക് ശേഷം പറയുന്നു VSനെ അങ്ങോട്ട് കയറ്റിയാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എതിർക്കുമെന്ന് പറഞ്ഞ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് VSനെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണോ? ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവിനെ ആവശ്യമില്ലാത്ത പ്രതിപക്ഷ നേതാവിനെ ആവശ്യമില്ലെന്ന് ആരാ പറയുക? പ്രതിപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പറയുക. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യണം, ഓരോ പാർട്ടിയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ അതിൽ പങ്കെടുക്കണം. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന കൺവെൻഷൻ ആദ്യത്തെ ചടങ്ങാണ്. പിന്നീട് വരുന്ന എല്ലാ ചടങ്ങുകളും പൊതുസമ്മേളനങ്ങളുണ്ട്, പൊതുയോഗമുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷ നേതാവും മറ്റ് പാർട്ടി നേതാക്കളെല്ലാം പങ്കെടുക്കും. ഒരു കൺവെൻഷൻ മാത്രമല്ല എന്ന് അങ്ങ് വിശദീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിന്റെ ദൗത്യം എന്തായിരിക്കും? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിജയകുമാറിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ഭരണപക്ഷത്തെ സഹായിക്കാനാണ് നിൽക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് പ്രമേയം പാർട്ടി അത് വേറൊരു കോണ്ടസ്റ്റിലാണ്. അതായത് അതെങ്ങനെ നിങ്ങൾ ചിരിച്ചു കാണുന്നുണ്ട്? ഞാനിവിടെ നിൽക്കുകയല്ലേ പറയാനായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ.
എന്താണ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ചന്ദ്രശേഖരൻ്റെ വിധവയെ കാണാൻ പോയതിനെ സംബന്ധിച്ചൊരു പരാമർശനം ഉണ്ടായിരുന്നു. അതാണ് സൂചിപ്പിച്ചത്, അതല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥിതി. അടുത്ത ചോദ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കടന്നാക്രമണങ്ങളും ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ അതിനെതിരെ ഈ സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങനെ മാത്രമല്ല UDF-ന് സ്ത്രീ വോട്ടർമാരോട് ഇരുന്ന് വോട്ട് ചോദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനെങ്ങനെയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. വളരെ ജനറൽ ആയ മാഡം പത്രമൊക്കെ വായിക്കുന്ന ആളല്ലേ? ഈ സ്ത്രീകളെ ആക്രമിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു ഗവൺമെന്റും ആരെയും നിയോഗിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് മദ്യപാനം, കഞ്ചാവ്, കറുപ്പ്, പ്ലീസ് എന്നെ ടീച്ചർ എന്നെ ഒന്ന് ആൻസർ ചെയ്യാൻ സമ്മതിക്കൂ. ടീച്ചർ എന്താ ഇത്? സ്ത്രീകളെന്നല്ല, ആരെ ആക്രമിക്കുന്നതും വിശേഷ സ്ത്രീകളെ ആക്രമിക്കുന്നതും അപമാനമാണ്, തെറ്റാണ്. ഏതെങ്കിലും നടപടി എടുക്കാതെ സ്കൂൾ ക്യാമ്പസ് ഉൾപ്പെടെ ഒരു ക്ലീൻ ക്യാമ്പസ് ആക്കി മാറ്റാൻ ചരിത്രത്തിൽ ആദ്യമായി ആഭ്യന്തരമന്ത്രി കേരളത്തിൽ തീരുമാനമെടുത്ത് നടക്കുന്നു. മദ്യശാലകൾ പൂട്ടിക്കാൻ, കറുപ്പ് കഞ്ചാവ് രംഗങ്ങൾ പൂട്ടിക്കാൻ, സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ പറയുന്ന ചോദ്യം, നമ്മുടെ സംസ്കാരം തന്നെ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ്. സ്ത്രീയെ ആദരിക്കുമ്പോഴാണ് മഹത്വം. ഒരു സ്ത്രീയുടെ കാര്യത്തിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയും ഉണ്ടായിട്ടുണ്ട്, സംശയം വേണ്ട. കേരളത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചോളം ഈ തിരുവനന്തപുരം ജില്ലയുടെ നട്ടല് എന്നറിയപ്പെടുന്നതാണ് അരുവിക്കര. അരുവിക്കരയിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുപോയാണ് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. എന്നാൽ ഈ അരുവിക്കര പഞ്ചായത്തിലുള്ള പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ല. ആ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മുൻകൈയെടുത്തില്ല? ഇന്ന് ലോകത്തിൽ തന്നെ ജീർണതയിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഹായം നിൽക്കുന്നത് EMS നമ്പൂതിരിപ്പാട് മുതൽ ഇന്ന് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഒന്ന് ചോദിക്കാനുള്ളത്. ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് സംസ്ഥാനത്ത് നൊട്ടുനിന്നും ലക്ഷജനങ്ങളെ നിങ്ങളെ സഹാക്കന്മാരെ കൊണ്ടുവന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ചതിന് ശേഷം മാത്രമേ സമരം പിൻവലിക്കൂ എന്ന് പറഞ്ഞിട്ട് നിന്ന സഹാക്കൾ പോലും അറിയാതെ എങ്ങനെ സമരം പിൻവലിച്ചു പോയെന്ന് അറിഞ്ഞാൽ ഒത്തുതീർപ്പ് പ്രതിപക്ഷം എന്ന ആരോപണത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മറുപടി പറയും? അത് ഈ ചോദ്യം നമ്മൾ ഒരുപാട് ചോദിക്കുകയും ആൻസർ ചെയ്യുകയും ചെയ്ത കാര്യമാണ്. ആ വിഷയം അവസാനിച്ചിട്ടില്ല, സമരം അവസാനിച്ചിട്ടില്ല. ആ വിഷയം കൂടുതൽ തെളിമയോടുകൂടി മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാവുന്ന വിധത്തിലാണ് വരുന്നത്. നിങ്ങളെ ചോദിച്ചല്ലോ എന്താ സംഭവിക്കുന്നത്. ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഇപ്പോൾ സരിതയുടെ ഡ്രൈവർ അടക്കം വന്ന് മൊഴി കൊടുത്തിരിക്കുന്നു, ശ്രീധരൻ നായർ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നു. ഉമ്മൻചാണ്ടി ജയിലിൽ പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സമരത്തിന് ആ സമരം എപ്പോ തുടങ്ങണം, എപ്പോ അവസാനം, സമരം എപ്പോ അവസാനിപ്പിക്കണം എന്നൊക്കെ സമരം തുടങ്ങുന്നവരാണ് തീരുമാനിക്കുന്നത്. താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇടതുപക്ഷ രാഷ്ട്രീയം ലോകത്താകെ ജീർണത ബാധിച്ചിരിക്കുമെന്ന്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തച്ച് തകർക്കാൻ ശ്രമിച്ച ലോക പോലീസായി ചമഞ്ഞ അമേരിക്കയുടെയും മുതലാളിത്ത രാജ്യങ്ങളുടെയും സ്ഥിതി ഇപ്പം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അത് ഒന്ന് പഠിക്കണം, പഠിച്ചാൽ മനസ്സിലാവും. ഞാനൊറ്റ കാര്യം, ഇത് ഈ ചർച്ച നടക്കുമ്പോൾ രാഷ്ട്രീയമായി എടുക്കുമ്പോൾ ഈ ഗവൺമെൻറ് 4 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് നമ്മൾ അതിൻ്റെ ഇരുകൂട്ടനും സംഭവിച്ചല്ലോ. അതാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം, ഈ ഇവിടെയുള്ള ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കും. ഇരിക്കുന്നവരുടെയൊക്കെ മക്കൾ പള്ളിക്കൂടത്ത് പഠിക്കാൻ പോകണമാണല്ലോ. എന്താ ഇപ്പോൾ 70 ലക്ഷം കുട്ടികൾ ഈ 1-ാം തീയതി ഇന്ന് പള്ളിക്കൂടം തുറന്നപ്പോൾ സ്കൂളിൽ പോവുകയാണ്. ആ കുട്ടികൾക്ക് പലതിനും പാഠപുസ്തകം ഇതുവരെ അച്ചടിക്കാൻ കൊടുത്തിട്ടില്ല. ജൂൺ 1 സ്കൂൾ തുറക്കുമെന്നുള്ള ഈ മന്ത്രിമാർക്ക് അറിയില്ലേ? അറിയാത്തവരാ മന്ത്രിമാർ? തെരച്ചിവാലുകൊണ്ട് അടി കിട്ടാനുള്ള പണിയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? കുട്ടികൾക്ക് വിട്ടുമോ? കഴിഞ്ഞ വർഷം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കാനുള്ള 82 കോടി രൂപ ലംസം ഗ്രാൻറ്റ് സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല. ഇവിടെ ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരൻ 27,000 എണ്ണം സത്യഗ്രഹം കിടക്കുകയാണ്. ഓരോ മാസവും പെൻഷൻ കിട്ടാൻ ഇപ്പം 3 മാസം 4 മാസം കുടിശ്ശികയാണ്. കാശ് കൊടുക്കണ്ട. 22 എണ്ണം ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഉള്ളപ്പോഴല്ലേ കൊണ്ട് 68 ലക്ഷം രൂപ എഴുതിക്ക് കൊടുത്തിരിക്കുന്നത് കേസ് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? കണക്കും വസ്തുതകളും വെച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. അപ്പോൾ
സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം, ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടും ഒരു സർക്കാരും ചരിത്രത്തിൽ നേരിട്ടിട്ടില്ലാത്ത ആരോപണങ്ങളെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് പോലെ ആരോപണങ്ങൾ നേരിട്ടിട്ടും പ്രതിപക്ഷം എന്ത് ചെയ്യുകയായിരുന്നു? സമരം ചെയ്തില്ലേ, അക്രമം നടത്തിയില്ലേ എന്നുള്ളതല്ല ചോദ്യം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ അരുവിക്കരക്കാരോട് വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയും? തീർച്ചയായും കഴിയും. എന്താ ഈ ജനകീയ പ്രശ്നങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ, ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, ജനങ്ങളെ പങ്കാളികളാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് കാണിച്ച പോലെ ഒരു വിമോചന സമരം നടത്തി ഗവൺമെൻറ് അട്ടിമറിക്കാവുന്ന സമീപനം ഞങ്ങൾക്കില്ല. ആരെങ്കിലും ചാക്കിട്ട് പിടിച്ച് രണ്ടെണ്ണത്തിനെ മാറ്റിയെടുത്ത് ഈ ഭരണത്തെ അട്ടിമറിക്കാനില്ല. ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ വോട്ട് ചെയ്യുന്നവരുടെ കാലാവധി ഭരിക്കാനുള്ള സാവകാശം. അതേസമയം ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക എന്ന പ്രതിപക്ഷത്തിന്റെ ധർമ്മം നമ്മൾ. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യം, 2006 ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള അവസാനത്തെ അവസരമാണ്. കാരണം ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ എണ്ണത്തിന്റെ കണക്ക് നോക്കുമ്പോഴെങ്കിലും തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് പോലും ഉണ്ടായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന് ഇടതുപക്ഷത്തിന് ന്യായീകരിക്കാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ ന്യായീകരണമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. 2011 കാർത്തികേയൻ അവിടെ നിന്ന് ജയിക്കുമ്പോൾ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അന്ന് കാർത്തികേയൻ ഈ അരുവിക്കര മണ്ഡലത്തിലെ ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ വോട്ട് ചെയ്തതിനേക്കാൾ 9,000 വോട്ട് കുറച്ചാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ കിട്ടിയത്. അപ്പോൾ കാർത്തികേയൻ തന്നെ വീണ്ടും ജീവനിട്ട് ഇവിടെ നിന്ന് മത്സരിച്ചാലും 4,000-ന്റെ ഭൂരിപക്ഷമാണ്. ഞാൻ പറയുന്ന കാർത്തികേയന് കിട്ടിയ വോട്ടിൽ നിന്ന് 9,000 വോട്ട് കുറവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് UDF-ന്. നിങ്ങളത് ഭൂരിപക്ഷമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് 2011 UDF-ന് കിട്ടിയ വോട്ടിനേക്കാൾ 9,000 വോട്ട് കുറവാണ് 2014 UDF-ന് ഈ മണ്ഡലത്തിൽ കിട്ടിയത്. 9,000 വോട്ട് കുറവാണ്. അതൊക്കെ അറിയുന്ന നമ്മുടെ മുമ്പിൽ വന്നിട്ട് UDF ജയിച്ചുകളെയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജയിക്കുക? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ തോക്കില്ല, വിജയം കഴിയും. BJP-ക്ക് ഇവിടെ കേരളത്തിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളെക്കാൾ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി, BJP-ക്ക് സംസ്ഥാനത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, കേന്ദ്രത്തിൽ നടക്കം ഏറ്റവും പശ്ചാത്തലം ഒരുങ്ങിയ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ പറയാം. ഇരു മുന്നണികളെക്കുറിച്ച് നിങ്ങൾ ആവശ്യത്തിന് പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ BJP-ക്ക് കഴിയുമോ അരുവിക്കരയിൽ? ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം എന്താണ് UDF എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, എന്താണ് LDF എന്നുള്ള കാര്യം പീതാംബരം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത് എന്ത് എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കും. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം ഈ സംസ്ഥാനത്തെ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള ഈ അഴിമതി രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുന്ന ഈ ഭരണത്തിനെതിരായ ഒരു മുന്നേറ്റം ഉണ്ടാകും. അത് കാരണം LDF പരാജയപ്പെട്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ. ഇത്രമാത്രം നേരത്തെ ചോദിച്ചു ഷാനി, ഇത്രമാത്രം അഴിമതി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരു ക്രിയാത്മകമായി പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലെ വികാരം എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ നല്ലത് ഉമ്മൻചാണ്ടി ഇരിക്കുന്നതാണ് അവർക്ക് എന്നുള്ളൊരു വികാരം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സമരങ്ങളെ ഇവരെല്ലാം സന്ധി ചെയ്യുന്നത്. ഈ സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ മഴ നനഞ്ഞുകൊണ്ട് സെക്രട്ടറിയേറ്റ് ഞങ്ങൾ ചെന്ന് കടന്നു. ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് വന്നു. ഒരു പ്രതിഷേധ യോഗം നടത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഞാനത് പറഞ്ഞോട്ടെ. നേതാവാണ് സുരേന്ദ്രൻ ഈ UDF-നെതിരായി നക്ഷത്രം പോലെയുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ടെന്ന് ചാനലിൽ വന്ന് പറയും. ആദ്യം സോളാർ കമ്മീഷന് ആദ്യം തെളിവ് കൊടുത്തത് സുരേന്ദ്രനാണ്. അവസാനം പത്രങ്ങളെല്ലാം വന്നു ഇടതുപക്ഷം വന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പാർട്ടി തീരുമാനിച്ചവര് പോയിട്ടുള്ളത്. അതൊക്കെ ഇരിക്കട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉമ്മൻചാണ്ടിക്ക് 4 വർഷത്തെ ഭരണം വെച്ചിട്ടൊരു അവാർഡ് കൊടുക്കണം. തെളിവില്ലാ സംസ്ഥാനം. ഇവിടെ ഉള്ള ഒരൊറ്റ തെളിവില്ല. സോളാർ കേസിന് തെളിവില്ല, സലിം രാജിന്റെ കേസിന് തെളിവില്ല, മറ്റേ ഈ കെ മാണിയുടെ കേസിന് തെളിവില്ല. ഒരു കേസും കേരളത്തിൽ തെളിവില്ല. അങ്ങനെ ഒരു അവാർഡ് മാത്രം കൊടുക്കും. അതിപ്പോ അരുവിക്കര ജനങ്ങൾ കൊടുക്കും. ഈ 2 കവിതകളും മനോഹരമായിരിക്കുന്നു. പക്ഷേ ഈ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയ ജനങ്ങൾ, ഞാൻ പറയട്ടെ, വിഴിഞ്ഞം തുറമുഖം വികസനത്തെ പറ്റി ഒന്ന് പറയട്ടെ. ഇവരുടെ ആരോപണത്തിന് മറുപടിയാണ്, ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല. വിഴിഞ്ഞം തുറമുഖം തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായി പട്ടം താണുള്ള ഇരുന്നപ്പോൾ രൂപം കൊണ്ട് ശക്തിപ്പെട്ടതാണ്. അന്ന് തോവാണ, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് 4 താലൂക്ക് തമിഴ്നാട്ടിലേക്ക് പോയത് നമ്മുടെ കൂടെയാണ്. അന്ന് തൂത്തുക്കുടിക്ക് വേണ്ടി അന്ന് നടത്താൻ സമ്മതിച്ചില്ല.
പിന്നീട് വന്ന എല്ലാ ഗവൺമെന്റും ശ്രമിച്ചു. അവിടെ ചെന്നു ആണയിട്ട് പൊങ്കാലയിട്ട് പിരികയാണ് ചെയ്തത്. ഇപ്പോൾ ദാ ടെൻഡർ ആയിരിക്കുന്നു, കാര്യം നടത്താൻ 800 കോടി ഞങ്ങൾ കൊടുത്തോണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തോണ്ട് അല്ലെങ്കിൽ വരില്ല. എവിടെ നിങ്ങൾ അദാനി വന്നോണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഈച്ചയ്ക്ക് അങ്ങും പൊങ്ങും ആദ്യം സമ്പാദിക്കുക. നിങ്ങൾ ഈച്ചയ്ക്ക് ഇര കൊടുക്കാൻ നോക്കരുത്. ഈച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കരുത്. തുറമുഖത്തിന്റെ കാര്യത്തിൽ അപരിതം വിജയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി ജില്ലകൾക്ക് ആ തുറമുഖം വരുത്തുന്ന അത്ഭുതകരമായ നേട്ടം വരുന്നത്. നിങ്ങൾക്കറിയാം, കൊച്ചിയിലെ ടെക്നോ സിറ്റി, സ്മാർട്ട് സിറ്റി, ഇത് 5 വർഷം ബഹുമാന്യനായ നിങ്ങൾ അങ്ങനെ ഇത് അൺനെസസറി സൗണ്ടിങ് ഇസ് നോട്ട് അറ്റ് എ ക്വസ്റ്റ്യൻ. മതിയാക്കണം മിസ്റ്റർ. എന്നിട്ട് നമ്മുടെ കൊച്ചിയിലെ ടെക്നോ പാർക്ക്, സ്മാർട്ട് സിറ്റി 5 വർഷം പുതപ്പ് നനച്ച് അതിന്റെ പുറത്ത് മൂടിയിരുന്ന ആളാണ് അച്യുതാനന്ദൻ. ഇപ്പൊ എന്തായി? ഇപ്പം അത് അടുത്ത മാസം ടെക്നോ പാർക്ക് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ കൊച്ചിയിലെ റെയിൽ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ആരംഭിക്കും. 872 കോടി രൂപ കേന്ദ്രം കൊടുത്തല്ലെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് താങ്കൾ പറയുന്നത് പോലെ ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് വിജയിക്കാൻ യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇതുവരെയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കുറവായി കണ്ടില്ലെങ്കിൽ പോലും സർക്കാരിന് നേരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ആ സ്ഥാനാർത്ഥിയിലൂടെ കിട്ടുന്നത് എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല, മാഡം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു മാറ്റമുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാപ്തനും മിടുക്കനും പ്രസന്റബിളുമായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. അത് ഇന്നലെ വന്നവനോ ഇന്ന് വന്നവനോ എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടല്ല പ്രധാനമന്ത്രിയായിട്ട് വന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നത്. അത് ഞങ്ങൾക്കറിയാം, അക്കാഡമിക് ഉള്ള ആളാണെന്നറിയാം, നമുക്കറിയാം. പക്ഷേ വിഷയമതല്ല ഈ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പറ്റി വ്യക്തിപരമായ ചർച്ചയല്ല. ഇപ്പോൾ രാജേട്ടനെ പറ്റി ഞങ്ങൾ അനാവശ്യപ്പെടില്ല. പക്ഷെ അദ്ദേഹം അറിയാമല്ലോ, മാവേലി വരുന്ന പോലെ അദ്ദേഹം വരും. ഓണം കഴിയുമ്പോൾ തിരിച്ചു പോകും. അല്ലേ? അതുപോലെയാണ് കാര്യം, അതുപോലെയാണ് സംഗതി. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ജയിക്കാനൊക്കില്ല, ബിജെപിക്ക് ഇവിടെ തോൽക്കാനേ കഴിയൂ, കോൺഗ്രസ് ഇവിടെ ജയിക്കും, UDF ജയിക്കും. ഒരു ചോദ്യം കൂടി, അത്രയും മിടുക്കനായ സ്ഥാനാർത്ഥിയാണല്ലോ അവതരിപ്പിച്ചത്. അദ്ദേഹം സ്പീക്കറുടെ ഒഴിവിൽ വന്ന മണ്ഡലത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് UDF സ്ഥാനാർത്ഥി ജയിച്ചാൽ അതേപോലെ തത്തുല്യമായ ഒരു പദവി ഈ മണ്ഡലത്തിന് കിട്ടുമെന്ന് വാക്കു കൊടുക്കാനുണ്ടോ? അല്ല, അരുവിക്കര അങ്ങനെ ചോദിച്ചുകൂടാ. ഇതൊരു കടുത്ത ചോദ്യമാണ്, ഇതൊരു ചൂണ്ടയാണ്. അരുവിക്കര നിയോജക മണ്ഡലമല്ല സ്പീക്കറായത്. വളരെ സീനിയറായ ഒരു കോൺഗ്രസ് നേതാവ്. പിറവം മണ്ഡലത്തിൽ അങ്ങനെയായിരുന്നില്ല. ഒരു പാർട്ടിക്ക് ഒരു MLA അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൊടുത്തതാണ്. കോൺഗ്രസിൽ ഒരുപാട് MLA-മാരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ക്ലെയിം വയ്ക്കുകയുമില്ല, അദ്ദേഹം അത് നോക്കിയില്ല. അരുവിക്കര ഏതൊക്കെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും താങ്കളുടെ കണ്ണിൽ? രാഷ്ട്രീയ ചോദ്യങ്ങൾക്കേറെ അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി കെ കരുണാകരനെ അട്ടിമറിച്ചു, അതിനുശേഷം AK ആന്റണി അട്ടിമറിച്ചു, VM സുധീരനെ ഒതുക്കി, 2 തവണ ഉപനേതാവായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാർത്തികൻ 2 തവണ മന്ത്രിയാക്കാതെ വെട്ടി, അവസാനം കാർത്തികേയൻ്റെ പുത്രൻ ശബരിനാഥനെ ഉയർത്തിക്കാട്ടുന്ന അദ്ദേഹത്തിന് ഉണ്ടാകുന്ന തിരിച്ചടി, ഇവിടുന്ന് ഉയരുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടി സെക്രട്ടേറിയറ്റിൽ വെന്ത് വെണ്ണീറാകുന്ന ഉമ്മൻചാണ്ടിയുടെ കഥയായിരിക്കും അരുവിക്കരയിൽ ഉണ്ടാകാൻ പോകുന്നത്. വളരെ നന്ദി. വളരെ സജീവമായി ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾക്കും ഒപ്പം അരുവിക്കരയിലെ വോട്ടർമാർക്കും. അരുവിക്കര മണ്ഡലത്തിന് അതിൻ്റെതായ ഒരുപാട് വികസന പ്രശ്നങ്ങൾ പറയാനുണ്ട്, അവതരിപ്പിക്കാനുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങളും അതത് പരിച്ഛേദമായി ഈ മണ്ഡലം ചർച്ച ചെയ്യുന്നുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലും ജനവിധിയിലും ഏറ്റവും അധികം പ്രതിഫലിക്കുക കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കുമെന്ന് അരുവിക്കരയിലെ വോട്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. നീന്തലേഖ പൂർണ്ണമാകുന്നു. നമസ്കാരം.